everyone, welcome back to my YouTube channel. So, നമ്മൾ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഷിഫ്റ്റിംഗ് ആണ് ഗൈസ്. അങ്ങോട്ട് മാറുന്നു, വീട് അങ്ങോട്ട് മാറുന്നു, വീട് ഇവിടെ നിന്ന് മാറുന്നു, 100 കൺഫ്യൂഷൻ. ഏത് വീട്ടിൽ നിന്ന് ഏത് വീട്ടിലേക്ക് മാറുന്നു, റെന്റ് വീടാണോ അങ്ങനെയാണോ, 100 കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. അപ്പോഴത്തേക്ക് സംഭവം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വീട് റെനോവേറ്റ് ചെയ്യുമായിരുന്നു. പറഞ്ഞു എൻ്റെ ഇടയിൽ കൂടെ ഓട്ടൻ്റെ ഫോൺ. വീട് റെനോവേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ റെനോവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറി നിന്നത്. റെനോവേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള എൻ്റെ സ്വന്തം വീട്ടിലേക്ക് മാറി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടെ ഞാൻ എന്തിനീ പാക്ക് ചെയ്ത് എങ്ങോട്ടേക്ക് പോവാണ് എന്നുള്ള സംശയങ്ങളും ക്വസ്റ്റ്യൻസും ആയിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ഫൈൻ, നമുക്ക് പറയാം എന്താണ് സംഭവം. നമ്മൾ കാരണം 6 വർഷത്തെ പഠിത്തം കഴിഞ്ഞു. 6 വർഷമായിട്ട് ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂർ ജീവിതം കഴിഞ്ഞു ഗൈസ്. അപ്പം ബാംഗ്ലൂർ ജീവിതമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഗ്രാജുവേഷന് പോയ സമയത്താണ് ഞാൻ സൗമ്യയുടെ അടുത്തൊക്കെയാണ് നിന്നത്. എൻ്റെ അമ്മ എന്തുവാ ഇത്? കേൾക്കുന്നുണ്ടോ സൗണ്ട്? എനിക്ക് മാത്രമാണോ കേൾക്കണേ? ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പുണ്ട്. അപ്പം എന്താണെങ്കിലും അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, നമ്മൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ സൗമ്യൻ്റെ അടുത്തൊക്കെ പോയി ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം റാൻഡമായിട്ട് വെറുതെ വൊമിറ്റിങ്ങും ഡയറിയൊക്കെ പിടിച്ച് 2 ദിവസം ഇങ്ങനെ കിടപ്പിലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഷിഫ്റ്റൊക്കെ ചെയ്ത് നമ്മൾ വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷിഫ്റ്റ് ചെയ്തേക്കുന്നത് എങ്ങോട്ടായിരിക്കും? ആക്ച്വലി കുറച്ച് പേരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു. കാരണം ഇത് കഴിഞ്ഞ് ഈ കോഴ്സ് കഴിയുമ്പോൾ ആൾക്കാർ ഓൾറെഡി ലൈക്ക് എക്സ്പെക്ട് ചെയ്യുമല്ലോ, ഇവിടെ ഇന്ന സ്ഥലത്തേക്ക് ആയിരിക്കും പോകണ്ടാവാന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് കുറച്ച് പേരൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, യു ആർ റൈറ്റ്. ഞാൻ കൊച്ചിയിലേക്കാണ് വന്നേക്കണത്. കൊച്ചിയാണ് നമ്മ പുതിയ സിറ്റി. ഓക്കെ, നമ്മ ബാംഗ്ലൂർ എന്ന് പറയുന്നത് നമ്മ പുതിയ സിറ്റി എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഞാൻ കൊച്ചിയിലേക്കാണ് വന്നേക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 6 വർഷം കേരളത്തിലല്ലായിരുന്നു. കേരളത്തിൽ അറിയാലോ, കർണാടകയിലായിരുന്നു. അപ്പം ഫൈനലി നമ്മൾ കേരളത്തിലേക്ക് വന്നേക്കാണ്. കോഴിക്കോടല്ല, കൊച്ചിയിലേക്കാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇപ്പം ഞാൻ വന്ന സമയത്താണെങ്കിലും ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എങ്ങനെ ഉണ്ടാവും. കാരണം നമ്മൾ 6 വർഷമായിട്ട് വേറൊരു സ്ഥലത്താണല്ലോ. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഹോം ടൗണിലേക്ക് വരികയാണ്, കേരളത്തിലേക്ക് വരികയാണ്. അപ്പം എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പുതിയ ഒരു പാർട്ട് ഓഫ് മൈ ലൈഫിലേക്ക്, അടുത്തൊരു സംഭവത്തിലേക്ക് ഞാൻ ചാടി കയറുമ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, നെർവസ് ആണ്, എല്ലാ രീതിയിലുള്ള ഫീലിങ്സും ഉണ്ട്. പക്ഷെ നമ്മൾ മൂവ് ഓൺ ചെയ്യണം. നമ്മൾ പഴയത് നമുക്കിങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും മൂവ് ഓൺ ആവാൻ പറ്റാണ്ടിരിക്കുകയാണെങ്കിൽ മൂവ് ഓൺ ആയേ പറ്റും. ടൈം ഹീൽസ് എവറിത്തിങ്. അപ്പം അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ഇങ്ങനെ എത്തി. ഇങ്ങനെ ഞാൻ ചേട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് നിങ്ങളോട് ഫൈനലി. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, എനിക്ക് മീഡിയ, സിനിമ, അതുപോലെ തന്നെ മീഡിയ പരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ യൂട്യൂബ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, എനിക്ക് സിനിമ ഭ്രാന്തുള്ള ഒരാളാണ്. എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ്. ഞാൻ ബാംഗ്ലൂർ നടന്ന സമയത്ത് ലിറ്ററലി എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഡേ പോയി കാണാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഡേ പോയി കാണാൻ ഓൺ ആയിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ അത് കുറേ നടന്നിട്ടില്ല. കാരണം അപ്പനും അമ്മയാണ്, നീ എന്തിനാ പോകുന്നത്, നീ അവിടെ നിൽക്ക്, മതി, ഏത് സമയം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്നാലും ഇടയിൽ കൂടെ ഒക്കെ ഞാൻ ചാടി എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിട്ടൊക്കെ കൂട്ടി ഞങ്ങൾ സിനിമ കാണാൻ പോകായിരുന്നു. അപ്പം ഞാനിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മീഡിയ കമ്പനിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാലേക്ക് മീഡിയ കമ്പനിയിലോ, ഇപ്പോൾ 6 വർഷം ലോ പഠിച്ചിട്ട് മീഡിയ കമ്പനിയിൽ കയറിയ, LLBയും LLMും കഴിഞ്ഞിട്ട് മീഡിയ കമ്പനി കയറിയ എന്നുള്ള സംശയം ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. എനിക്കറിയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഓരോ ആൾക്കാരുടെ ഡ്രീംസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈ ഫീൽഡ് എന്ന് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ 24 വയസ്സാവാൻ പോവാണ്. നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് 30-35 വയസ്സുണ്ടെന്നാണ്. നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ, സാരില്ല കേസ്. എന്നെ കണ്ടാൽ 35 വയസ്സ് തോന്നിക്കുമായിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴും ഉള്ള കുഞ്ഞാണ്. എനിക്ക് 24 വയസ്സാവുന്നതേ ഉള്ളൂ. ഈ വർഷം 24 വയസ്സാവും. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഡ്രീം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം, ഞാൻ അതിന് പ്രയത്നിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് എഫേർട്ട് ഇട്ടില്ല. ഇപ്പം യൂട്യൂബൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. യൂട്യൂബൊക്കെ ഞാൻ കയറുന്നത്, ഞാൻ ചെയ്യണതൊക്കെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കുക. ഓ മൈ ഗോഡ്, ഭയങ്കര മലയാളമൊക്കെ എനിക്ക് വയ്യ. ആഗ്രഹം സഫലീകരിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനും ആ ഒരു മോട്ടീവും കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണതും എല്ലാം എൻ്റെ ഒരു ആഗ്രഹങ്ങളാണ്. ഓക്കെ, ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ചെയ്യണമാണ് യൂട്യൂബ് ആയിക്കോട്ടെ, അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ എനിക്കൊരിക്കലും ഒരു റിഗ്രറ്റ് വേണ്ട. എനിക്ക് ആഗ്രഹമുള്ളൊരു സംഭവം ഞാൻ ട്രൈ ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സംഭവം ഞാൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല, ഞാൻ പിന്നെ ജീവിതത്തിൽ കുറച്ച് കാലം മുമ്പോട്ട് പോയി കഴിയുമ്പം എനിക്ക് ആ ഒരു റിഗ്രറ്റ് ആലോചിക്കാനേ പറ്റുന്നില്ല. കാരണം
അങ്ങനെ കുറേ റിഗ്രറ്റ്സ് നമ്മുടെ തലയിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് നേടിയെടുക്കാൻ പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തേക്കണത്. അപ്പം ലോ ഉണ്ട് സൈഡിലെന്ന് എനിക്കറിയാം, നിങ്ങളും ഓർക്കുണ്ടാവും. അപ്പം പിന്നെ ഈ കൊച്ചെന്തിനാണ് പഠിച്ചത്? അപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ പഠിച്ചു, LLM എടുത്തു, ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ലോ ഉണ്ട്. അപ്പം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ കറൻ്റ്ലി ഒരു മീഡിയ കമ്പനിയിലാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഞാൻ ഇൻറ്റേൺഷിപ്പും ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ എന്താ പറയുക, രണ്ടും കൂടെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ കറൻ്റ്ലി മീഡിയ കമ്പനിയിലാണ് ഉള്ളത്. പക്ഷെ രണ്ടും കൂടെ ബാലൻസ് ഔട്ട് ചെയ്ത്, ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ബാലൻസ് ആണല്ലോ ഗൈസ്. ഓ മൈ ഗോഡ്, ഞാനിങ്ങനെ ഇരുന്നങ്ങോട്ട് തുടങ്ങാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലൈക്ക് ആക്ച്വലി സീരിയസ് നോട്ടിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ബാലൻസ് വേണം. അപ്പോൾ എന്തിനാണെങ്കിലും ഒരു ബാലൻസ് വേണം. ചില സമയത്തൊക്കെ എൻ്റെ ബാലൻസ് ഒക്കെ തെറ്റി പോലുണ്ട്. പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. വി ആർ സപ്പോസ് ടു മേക്ക് മിസ്റ്റേക്സ്, വി ആർ സപ്പോസ് ടു ബി ലൈക്ക് ദാറ്റ്. നൺ ഓഫ് us ആർ പെർഫെക്റ്റ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ആരും എന്താ പറയുക, വരച്ചിട്ട് വെച്ചേക്കുന്ന ഒരു രൂപമോ അല്ലെങ്കിൽ വരച്ചിട്ട് വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറോ അല്ല. നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടാവാം, കുറേ കാര്യങ്ങളിൽ ചേഞ്ച് വരാതിരിക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിഗതമായ ജീവിതങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് വോണ്ട് ടു ഗോ ഫോർവേഡ് ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ബി ലൈക്ക് എന്താണ്, ഐ ഡോണ്ട് വോണ്ട് റിഗ്രറ്റ്. ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് റിഗ്രറ്റ് ഇൻ മൈ ലൈഫ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി എൻ്റെ ലൈഫിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നരുത് ഞാനത് ട്രൈ ചെയ്തില്ലല്ലോ, എനിക്ക് ആഗ്രഹം, എൻ്റെ അത്രയും വലിയൊരു ഡ്രീമായിട്ട് ഞാൻ അതിന് ഇൻപുട്ട് കൊടുത്തില്ല, എഫേർട്ട് കൊടുക്കാണ്ട് നമ്മൾ ഡ്രീം എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടുക. പതുക്കെ നമ്മുടെ എഫേർട്സിൽ അത് നമ്മൾ ഷോ അപ്പ് ചെയ്യും, നമ്മൾക്കത് കാണിക്കും. നമ്മൾ അത്രയും ഹാർഡ് വർക്കിംഗ് ആണ്, നമ്മൾ അത്രയും എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ നമ്മളത് പതുക്കെ അതുണ്ടാവും. ഞാനത് വിശ്വസിക്കുന്നതാണ്. ഒരു കോട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയും ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയില്ല. ഞാനിവിടെ ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട്. അപ്പോൾ ടാറ്റു ഇപ്പം ഷർട്ട് വന്നിച്ച് കാണിക്കാം, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇപ്പം ഉണ്ടോ, ഇവിടെ ഒരു ടാറ്റു ഉണ്ട്. ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണ് ടാറ്റുവിൻ്റെ പേര്. അപ്പം എൻ്റെ ജീവിതത്തിൽ വളരെയധികം മൂല്യമുള്ളൊരു കോട്ടാണിത്. കാരണം എനിക്ക് കുറേ ആയിട്ടുള്ള ബാഡ് നടക്കുന്ന സമയത്തും ഐ ഹാവ് ഓൾവേസ് ട്രസ്റ്റഡ് ദ പ്രോസസ് ഓഫ് ലൈഫ് ഓഫ് മൈ ജേർണി. ഇപ്പം ഹാക്കായ സമയത്താണെങ്കിലും, ഒരു മാസം ഞാൻ മോങ്ങിക്കുത്തിയിരിക്കുമ്പോഴാണെങ്കിലും എൻ്റെ മനസ്സിൽ ഇല്ല, കിട്ടും, റെഡിയാവും, ഞാൻ പിന്നെ തിരിച്ചു വരും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഗോഡ്. മറ്റേ ആ പാട്ട് പോലെ ഉണ്ട്, യു ഡിഡ് എ ഡാം ഗുഡ് ജോബ്, ആ സംഭവം പോലെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങളുടെ ഒരു കിടപ്പും ഒരു ഇത്. അപ്പം അത് നിങ്ങളോട് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇനിയിപ്പോൾ ഇവിടെ കൊച്ചിയിലായിരിക്കും ഉണ്ടാവുക, ഞാൻ കൊച്ചിയിൽ നിന്നായിരിക്കും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് തോന്നരുത് ഇവളെന്താണ് സംഭവം എന്നുള്ളത് തോന്നരുതല്ലോ. അപ്പം നിങ്ങളോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ റെസ്പോൺസിബിൾ ആണ്. മേ ബി ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയാൻ മേ ബി ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കാം. അപ്പം ഞാൻ ഓർത്ത് വന്ന് പറഞ്ഞേക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. കൊച്ചി വന്നിട്ടാണെങ്കിൽ ആക്ച്വലി അപ്പൻ്റെ കൂടെയൊക്കെ ഞാൻ പുറത്തേക്ക് മെട്രോയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ പേരെ പരിചയപ്പെട്ടു, എന്നെ അറിയാവുന്നവർ വന്നിട്ട് സംസാരിച്ചു. അപ്പം അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അപ്പനാണെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് എന്നൊക്കെ ചിന്നു നിന്നെ അറിയാം എന്നൊക്കെ. അപ്പം ഞാൻ പറയാം എന്താ ചെയ്യുക, മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തള്ളിയൊക്കെ വിട്ട് അങ്ങനെ ഒരു രസമായിരുന്നു ആക്ച്വലി. അപ്പം വന്ന ദിവസങ്ങളൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പും ചെയ്യും കേട്ടോ. ഞാൻ ഗ്രാജുവലി ഞാൻ അതിലേക്കാണെങ്കിലും ലോൻ്റെ ആണെങ്കിലും ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്യും. അപ്പം ഫർദറായിട്ട് ഇപ്പം ഇത്ര ഡീറ്റെയിൽസ് ഉള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാനും ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ജീവിതം, എന്തൊക്കെയാണെന്നുള്ള ഞാനും ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല എന്നുള്ളതുകൊണ്ട് പറയാൻ ഇല്ലതാനും. അപ്പോൾ പതിയെ വഴിയേയും കൂടെ ഒരുമിച്ച് ചെയ്താൽ പഴിയെന്ന്. അപ്പോൾ പതിയെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി വരുന്ന സമയത്ത് ക്ലാരിറ്റിയോടെ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റിയോടെ നമുക്ക് സംസാരിക്കാം. നമ്മൾ ബിഗ് ബോസിലെ ജാസ്മിനും ഗബ്രിയും പറഞ്ഞില്ലായിരുന്നോ, എന്താണ് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറയുന്ന പോലെ എനിക്കിപ്പോൾ ക്ലാരിറ്റി ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ക്ലാരിറ്റി ഒന്ന് ഫുള്ളി ആവുമ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ടൈം എത്രയെന്ന് അറിയത്തില്ല, നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഇവിടെ കൊച്ചിയിൽ നിന്നൊക്കെ വെച്ച് കാണുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം, കാണാം. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ ബൈ. ഒരു ഓൾ ദി ബെസ്റ്റ് തന്നേക്കും, രാഗരുത്. ഒരു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ബൈ.